പോഷൻ ട്രാക്കർ വഴി FRS അഥവാ ഫേസ് ഒതന്റിക്കേഷൻ പൂർത്തീകരിക്കാത്ത ഗുണഭോക്താക്കളുടെയും കാലാവധി കഴിഞ്ഞതിനാൽ പോഷൻ ട്രാക്കറിലെ രജിസ്റ്ററിൽ നിന്നും ഇനാക്റ്റീവ് ആയി പോയിട്ടുള്ള ഗുണഭോക്താക്കളുടെയും ഫേസ് ഒതന്റിക്കേഷൻ PMMEY സോഫ്റ്റ് ആപ്പ് വഴി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളുടെ PMMEY ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ ടീച്ചറുടെ മൊബൈൽ നമ്പറിലേക്കും നിരന്തരം ഇത്തരത്തിലുള്ള FRS ഒതന്റിക്കേഷൻ പൂർണ്ണമായിട്ടില്ല എന്നത് സംബന്ധിച്ച മെസ്സേജുകൾ വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മെസ്സേജ് വന്നാൽ ആ ഒരു ഗുണഭോക്താവിൻ്റെ FRS എങ്ങനെയാണ് PMMEY സോഫ്റ്റ് വഴി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കുന്നതിനായിട്ട് PMMEY സോഫ്റ്റ് അതുപോലെ തന്നെ ആധാർ ഫേസ് RD എന്നീ 2 ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ 2 ആപ്പും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം PMMEY സോഫ്റ്റ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ലോഗിൻ ചെയ്യുന്നതിനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും നൽകി ഏറ്റവും താഴെയുള്ള ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ നിന്നും പച്ച മഞ്ഞ നിറത്തിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അഥവാ മിന്നിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ പോഷൻ ട്രാക്കർ വഴി FRS പൂർത്തീകരിക്കാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും ഫോട്ടോ എടുക്കേണ്ട ഗുണഭോക്താവിൻ്റെ പേരിന് താഴെ കാണുന്ന ഫേസ് ഒതന്റിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഗുണഭോക്താവിൻ്റെ ഫേസ് ഒതന്റിക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഒന്നാമതായിട്ട് ഗുണഭോക്താവിന്റെ മുഖം സ്ക്രീനിൽ കാണുന്ന വട്ടത്തിനകത്ത് തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ് ഉള്ള ഭാഗത്ത് നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് ഗുണഭോക്താവിന്റെ മുഖം മറയുന്ന രീതിയിൽ ഗ്ലാസ് മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നാലാമതായിട്ട് സ്ക്രീനിൽ നിർദ്ദേശം വരുന്ന മുറയ്ക്ക് ക്യാമറയിലേക്ക് നോക്കി ഗുണഭോക്താവ് കണ്ണ് ബ്ലിങ്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം താഴെ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ചെറിയ ബോക്സിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇനി അഥവാ സെൽഫി ക്യാമറ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നതെങ്കിൽ താഴെയുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ബാക്ക് സൈഡിലുള്ള ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം ഗുണഭോക്താവിന്റെ മുഖത്തിന് നേരെ ക്യാമറ കൃത്യമായി സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. തുടർന്ന് ഗുണഭോക്താവിനോട് ക്യാമറയിലേക്ക് നോക്കി കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ അഥവാ കണ്ണ് ചിമ്മി തുറക്കാൻ ആവശ്യപ്പെടുക. അല്പസമയത്തിനുള്ളിൽ ഫോട്ടോ ക്യാപ്ചർ ആവുകയും ഫേസ് ഒതന്റിക്കേഷൻ പൂർത്തീകരിച്ചതിന്റെ സക്സസ് സ്ക്രീൻ തെളിഞ്ഞു വരികയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് ഈ ഒരു ഗുണഭോക്താവിന്റെ പേര് ഈ ലിസ്റ്റിൽ നിന്നും പോകുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് PMMEY സോഫ്റ്റ് എന്ന ആപ്പ് വഴി ഗുണഭോക്താവിന്റെ ഫേസ് ഒതന്റിക്കേഷൻ ചെയ്യേണ്ടത്.